നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്നുള്ള കൂലി മാത്രം പഠിച്ചോ, നമുക്കൊരാൾക്ക് ചെയ്തു കൊടുക്കുക, നന്മകൾ നമ്മൾ ചെയ്യുക. അപ്പം അതിന് നമ്മൾ മുന്നിൽ കൂടെ നന്മ ചെയ്യുമ്പോൾ അപ്പുറത്ത് കൂടെ പഠിച്ചോ എന്തെങ്കിലുമൊക്കെ ഹയർ തരും നമുക്ക്. ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് മാത്രം ആൾക്കാർക്ക് വേറെ ഒരു ഇതും അതിൽ കാണരുത്. നന്മ മാത്രം ഉദ്ദേശിക്കുക, നല്ലതിന് വേണ്ടി അതായിരിക്കണം നമ്മളെ ജീവിതം. നമ്മളെ മക്കളും ആ ഒരു നല്ല നിലയിൽ പഠിച്ചോ. ഏതായാലും എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി തരട്ടെ. നമ്മളെ മനസ്സൊന്നും ഇടറാതെ എവിടെ ഒരു ഇബ്ലീസിന്റെയും ഒരു പിശാച്ചിന്റെയും ഒരു ഇതൊന്നും ഇല്ലാതെ നമ്മളെ മക്കളെ നോക്കാനുള്ള ആ തൗഫീഖോട് കൂടി അത് നമ്മളെ മരണം വരെ നമ്മളാക്കട്ടെ എല്ലാവരെയും. പഠിച്ചവനെ റഹ്മാനായ തമ്പുരാനെ, ഈ ബിസ്മി ലോകാവസാനം വരെ ഇതിലും കൂടുതൽ ശക്തിയോടും പ്രാപ്തിയോടും കൂടുതൽ കഴിവോടും കൂടി ഒരുപാട് കാലം നിലനിർത്താനുള്ള തൗഫീക്ക് നീ കൊണ്ട് റബ്ബേ. ഇതിലുള്ള പ്രവർത്തകർക്ക് മനസ്സിലെന്ത് ഒരുപാട് പ്രവർത്തകർ, ഞാൻ ഇപ്പോൾ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞു, എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളുള്ളോല. പിന്നെ ഓരോരുത്തർക്കും നമ്മൾ വിചാരിക്കും നമ്മളെ പ്രശ്നങ്ങളാണ് വലുതെന്ന്. ഇവർക്കൊക്കെ പ്രശ്നമുണ്ട് ഉള്ളിൽ കുഴപ്പമില്ലാത്തോലും വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളില്ലാത്തോലും ആരുമില്ല. എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അള്ളാഹ്ക്ക് തവക്കൽ കൊടുത്തിട്ട് അള്ളാഹ്ക്ക് എന്താ പറയുക, നമ്മൾ ക്ഷമിക്കുക. ആ ക്ഷമക്ക് നമുക്ക് സ്വർഗമുണ്ട്. ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ ജീവിക്കല്ലാതെ പഠിച്ചോനെന്റെ പോയല്ല റബ്ബേ, ആ പോയത് കാക്കമ്മ പറഞ്ഞാൽ അള്ളാഹ്ക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഓലോടെ ഈ കാര്യം ഓലോടെ കൊണ്ടുപോയി പഠിച്ചോനെ സ്വർഗത്തിൽ നമ്മളും നാളെ ആ ഒരു ജീവിതത്തിനും വേണ്ടിയുള്ള ആ ഒരുക്കം നമ്മൾ എടുക്കുക. നമ്മളെ മക്കളെയും നല്ല നിലയിലാക്കട്ടെ. ഒരു കൺകുളിർമുള്ള മക്കളെ നമുക്ക് അതേ ഉള്ളൂ ഒരു ആശ്വാസം. മക്കളില്ലാത്തത്ര ആൾക്കാരുണ്ട് നമ്മളെ ഈ ഓർഫനിൽ പ്രവർത്തകർ. നമ്മളെ ആ താത്തൊക്കെ കണ്ടില്ലേ, അവരൊക്കെ മുഖത്തേക്ക് നമ്മൾ വിചാരിക്കും വ്യാപാരില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ. നമ്മളെ കഴിഞ്ഞിട്ടും നമ്മളെ ഇതിപ്പോ ഓരോ ജീവിതത്തിനൊരു അർത്ഥം രണ്ടാളുണ്ട്. എന്നാലും ഇപ്പൊ ഒരു മക്കളെ എപ്പോഴും പ്രാർത്ഥിക്കണം. വൈകിയായാലും പഠിച്ചവനെ അവർക്കൊരു കുട്ടിനെ പഠിച്ചവൻ കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും പഠിച്ചവനോട് തേടലുണ്ട്. ഏതൊരു പെണ്ണിനുണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ അല്ലേ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെയും കൊണ്ട് ഇങ്ങനെ നടക്കാന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അതുപോലെ നമ്മളെ സങ്കടമൊന്നുമില്ല. ഇപ്പൊ മാനസിക രോഗികളെ സൈക്കാട്രി ഇരിക്കുമ്പോൾ അത് വേറൊരു വിഷയം. കിഡ്നി രോഗികളെ ഡയാലിസിസ് മേലങ്ങാടിയുള്ള എപ്പോഴും പറയും വെള്ളം കുടിക്കാൻ പൂതിയായിട്ട് കുൽക്കുഞ്ഞ് തുപ്പലാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നോട് പറയാം, നമ്മളൊക്കെ എത്ര വെള്ളം കുടിക്കണം, ഇപ്പോഴും ദാഹിക്കുമ്പോൾ നമുക്കൊരു വെള്ളം. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്കിപ്പോൾ നമ്മളൊരു ഭർത്താവില്ല എന്നുള്ള ആ ഒരു വിഷമത്തിന് അൽഹംദുലില്ലാ അവർ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് നമ്മളെ ബാക്കിയുള്ളവരും ഉണ്ടാവും. ഒന്നുമില്ല, നമ്മളെ മക്കളുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഈ മരിച്ചു പോയോലെ സ്ഥിതി അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഓൽക്കാരാ ഉള്ളത് അങ്ങനെ ആലോചിച്ച് നോക്കിയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പോയി ഞമ്മക്കാരുമില്ല എന്നാണ് നമ്മളെ വിചാരം. ഓലൊറ്റക്കല്ല കിടക്കണം, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. അപ്പൊ പഠിച്ചോനെ ഓൽക്ക് നല്ല കൊടുക്കുക. ഖബറുവിഷ എപ്പോഴും ആ ദുആയും അതിന് പ്രാർത്ഥിക്കാനുള്ള മനസ്സും നമുക്ക് തെറ്റ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. ഒരു 5-10 മിനിറ്റ് ഓൽക്കും വേണ്ടി എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മൾ ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ട്. നമ്മളിനി മരിച്ചു പോയാൽ ഒരുമിച്ച് ആ ഒരു ഇതല്ലേ നമ്മളെ മനസ്സിലൊക്കെ ഉള്ളൂ. അവിടുന്ന് നമ്മൾ ഒരുമിക്കുന്നുള്ള ആ ഒരു ഇത് പഠിച്ചോ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബേ. റഹ്മാനായ തമ്പുരാനെ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ബിസ്മിക്കെതിരെ ഒരുപാട് വരുന്നുണ്ട്. കാക്കൊക്കെ ഏത് നേരം ഫോണ് ചവിട്ടുന്ന എടുത്തു വെക്കാൻ നമുക്കൊക്കെ അറിയാം. അപ്പൊ നമ്മൾ എല്ലാ നേരവും നമ്മളെ വിസ്മിക്കും വേണ്ടി നിങ്ങൾ എന്ത് അനർത്ഥങ്ങൾ ഇവർക്ക് ഏത് ശത്രുക്കളുണ്ടെങ്കിലും അത് മിത്രങ്ങളാക്കാനും എന്ത് പ്രതിസന്ധി നേരിടാനുള്ള ഇവർക്ക് ഈ പ്രവർത്തകർക്കൊക്കെ ആ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാനും എന്തും വരുമ്പം വലിയൊരു കാര്യം വന്നാലും ചെറിയൊരിതായിട്ടാണ് പോവാനുള്ള ഒരു ശക്തി പഠിച്ചോൻ കൊടുക്കട്ടെ. നമ്മളെ പ്രാർത്ഥന ഞാൻ ഇപ്പം വലിയതായി പറയില്ല, നമ്മളങ്ങനെ മനസ്സൊരുക്കി എല്ലാവരും പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും ഈ ബിസ്മിക്കൊന്നും വരൂല, ഉറപ്പാണ് ആ കാര്യം. അപ്പൊ നിങ്ങളൊക്കെ മക്കളോടും നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മളെ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കരുത്. ഒരു നേരം നമ്മൾ പ്രാർത്ഥന ഒഴിവാക്കാതെ ഈ സ്ഥാപനത്തിനും ഇതിൽ നമ്മൾ അറിയാതെയും ഇപ്പം ഞാനൊക്കെ വിചാരിക്കും ചില നേരം ഒത്തിരി ഒരു 5 മിനിറ്റൊക്കെ കിടക്കാൻ നേരം അപ്പം പഠിച്ചോലെ എനിക്കിങ്ങനെ തോന്നല ഞമ്മക്കും വേണ്ടി ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ എനിക്ക് ഈ കാര്യം നമ്മളിപ്പോൾ ഇങ്ങനെ അപ്പൊക്കെ ഇങ്ങനെ ഒരു തോന്നും. നമ്മളാൾക്കാരാണെങ്കിൽ ഇപ്പാരൊക്കെ ഇപ്പോൾ ജോലിക്കോ നമ്മൾ കടന്നുറങ്ങിയ പലതും ചെയ്യും. പക്ഷെ നമ്മളാളല്ലാത്ത ആൾക്കാർ നമുക്കും വേണ്ടി എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഓരോ മനസ്സിടങ്ങേറായി നിൽക്കുന്ന ഒരു സമയമാണെങ്കിലും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലാണ്. അപ്പൊ നമ്മളെന്താ പറയുക എപ്പോഴും ഓർക്കണം, നമ്മൾക്കിപ്പോൾ ആരാ പൈസ തരുന്നേ ആരാ നമ്മളെ സഹായിക്കണമെന്നൊന്നും നമ്മളറിയില്ല. നമ്മളറിയാത്ത നമുക്ക് എപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കണം. നമ്മക്കറിയാത്ത ആൾക്കാർ നമുക്കും വേണ്ടി പല കുഴപ്പത്തിലും. ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ഉണ്ടാവും. എന്നാലും ആ ഒരു വിഹിതം നമുക്ക് വെക്കുന്നുണ്ടല്ലോ.
ഓലെ മനസ്സ് നോക്കിങ്ങള് നമ്മള് വിധവകളാണ്, നമ്മൾ എത്തിയും കുട്ടികളാണ്, ഓൽക്ക് പഠിച്ചോ അതിനുള്ള കൂലി കൊടുക്കുന്നാലും അങ്ങനെ നമ്മൾ ചെറിയ ആൾക്കാരെ എല്ലാം നമ്മൾ വലിയൊരു കാര്യമാക്കിയിട്ട് നമ്മൾ ചെയ്യണം. ചെറിയ പൈസയും ഇവിടുന്ന് കിട്ടുന്നത് ഇനിയിപ്പോൾ ഏത് 100 റുപ്യ കിട്ടിയാൽ അൽഹംദുലില്ലാ 10 രൂപ ചെലവാക്കുമ്പോഴും നമ്മൾ അതൊരു നല്ല കാര്യത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ ചെലവാക്കുക. മക്കളെ കാര്യം തന്നെ ഓല് എന്തെങ്കിലും ഇത് ഫ്രൂട്ട്സ് പറയുമ്പോഴായാലും ഒക്കെ ഓൽക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനാവശ്യ കാര്യത്തിന് ചെലവഴിക്കാതെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചോനെ ആ ചെലവുകളൊക്കെ നല്ല രീതിയിലാക്കട്ടെ. ഇവർ കഷ്ടപ്പെട്ട് തരുന്ന പൈസയാണല്ലോ. റബ്ബേ നാളെ നമ്മളെ മക്കളെ കൊണ്ടും ഇതിൽ ഇരട്ടിയായിട്ട് കൊടുക്കാനുള്ള ഒരു തൗഫീക്ക് പഠിച്ചോ നൽകട്ടെ റബ്ബേ. മാനായ തമ്പുരാനെ, എല്ലാ ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും ഈ ബിസ്മി സ്ഥാപനത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം റബ്ബേ. ബനാതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.